ഹലോ കൂട്ടുകാരെ, കൊടകര ഷഷ്ഠിയുടെ കൊടിയേറ്റം കഴിഞ്ഞു ട്ടോ. ഇന്നലെയായിരുന്നു കൊടകര ഷഷ്ഠി കൊടിയേറ്റം. കൊടകര ഷഷ്ഠി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടകരക്കാരുടെ ഒരു വികാരമാണ്. നാട്ടുകാരായ ഭക്തജനങ്ങളും അമ്പല കമ്മിറ്റി, ഷഷ്ഠി കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും കൂടി ചേർന്ന് കൊടിയേറ്റം വളരെ ഭംഗിയായി നിർവഹിച്ചു. കൊടിയേറ്റ് കഴിഞ്ഞാൽ 7-ാം ദിവസമാണ് ഷഷ്ഠി. അതുവരെയുള്ള 7 ദിവസവും അമ്പലത്തിൽ സ്പെഷ്യൽ പൂജകളും ദീപാരാധനയും വെടിക്കെട്ടും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. മുരുകൻ്റെ അമ്പലം ചെറിയൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഒരുപാട് പടികൾ കയറിയിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് എത്താൻ. ഈ പടികൾക്ക് ഇരുവശത്തും കൈവരി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയസ്സായ ആൾക്കാർക്കും പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ കൈവരി പിടിച്ച് കയറാൻ പറ്റും. അതൊരു സൗകര്യമാണ് കേട്ടോ. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഈ കൈവരി സ്ഥാപിച്ചിട്ട്. ഇങ്ങനെ ചെറിയൊരു കാനനാന്തരീക്ഷത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ താഴേക്ക് വഴിയുണ്ട്. ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ 3 ക്ഷേത്രങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ മുരുകൻ്റെ ക്ഷേത്രം, അതിന് താഴെ ശിവക്ഷേത്രം, അതിനും താഴെ വിഷ്ണു ക്ഷേത്രം. മുരുകൻ്റെ അമ്പലം കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അവിടുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ചുറ്റും കുറേ വീടുകളുണ്ട്, പിന്നെ നല്ല പച്ചപ്പ്, പിന്നെ അതുപോലെ പാടങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള നല്ല ഒരു ക്ഷേത്രമാണ്. പുരാതന ക്ഷേത്രമാണ് കേട്ടോ ഇത് ഹിഡുമ്പൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. ഈ ഹിഡുമ്പൻ സ്വാമിയാണ് മുരുകനെ ഇവിടെ ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തതും ഇവിടെ മുരുകന് ഇങ്ങനൊരു സ്ഥാനം കണ്ടെത്തി കൊടുത്തതൊക്കെ ഹിഡുമ്പൻ സ്വാമിയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഹിഡുമ്പൻ സ്വാമിക്ക് അവിടെ ഒരു ചെറിയ അമ്പലം കെട്ടിയിട്ട് പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഷഷ്ഠിക്ക് ഏറ്റവും പ്രാധാന്യം മുരുകക്ഷേത്രത്തിലാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മുരുകൻ്റെ അമ്പലം. ചെറിയൊരു അമ്പലമാണ്, പക്ഷേ നല്ല ശക്തിയുള്ള മുരുകനാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 7 ദിവസങ്ങൾ ഷഷ്ഠിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വീണ്ടും കൂടുതൽ ഷഷ്ഠി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ.